അർജുൻ എവിടെ എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പൊ ഉത്തരമായിട്ടിരിക്കുകയാണ്. അപ്പം ഇന്നലെ നമുക്ക് അർജുന്റെ ബോഡിയും അർജുന്റെ ലോറിയും നമുക്ക് ലഭിച്ചു. ഗംഗാവലി നദിയിൽ നിന്ന് അർജുന്റെ ബോഡിയും അർജുന്റെ ലോറിയും നമുക്ക് ലഭിച്ചു. അപ്പം ഇത്രയും നാളും, അതായത് ജൂലൈ 16 തൊട്ട് ഇന്നലെ വരെ, അതായത് ഇന്നും തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്ന് വരെ അർജുന് വേണ്ടി എല്ലാവരും സജ്ജമായിട്ട് തന്നെ പ്രവർത്തിച്ചിരുന്നു. ഇപ്പം മാധ്യമങ്ങളായാൽ പോലും അല്ലെങ്കിൽ ജനങ്ങളായാൽ പോലും സജ്ജമായി തന്നെ പ്രവർത്തിച്ചിരുന്നു. അർജുന്റെ കുടുംബാംഗങ്ങളായാലും അർജുന്റെ കൂട്ടുകാരായാലും ഇപ്പം മനാഫ് എന്ന് പറഞ്ഞ ലോറി ഉടമസ്ഥൻ പോലും അർജുനെ കൊണ്ടേ അവിടുന്ന് പോകൂ എന്ന് നിർബന്ധം പിടിച്ച് അവിടെ നിന്നിരുന്നു. ഇപ്പം മനാഫ് എന്ന വ്യക്തി ലോറിയുടെ ഉടമയാണ്. പുള്ളി പലതരത്തിലുള്ള സൈബർ അറ്റാക്കുകളും സൈബർ ബുള്ളിങ് ഒക്കെ നേരിട്ടിട്ടുണ്ട്. പുള്ളിയുടെ ലോറിയിലെ പുള്ളി പണം കൊണ്ടുപോകുന്നുണ്ട്, സ്വർണ്ണക്കടത്ത് നടത്തുന്നതിന്റെ രീതിയിലുള്ള പല ആരോപണങ്ങളും പുള്ളിക്കെതിരെ വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളി അതിനൊന്നും അപ്പോ മൈൻഡില്ല. കാരണം പുള്ളിക്കറിയാം പുള്ളിയുടെ ഭാഗം ന്യായമാണെന്നുള്ള കാര്യം പുള്ളിക്കറിയാം. ഇപ്പം സഹോദരി ഭർത്താവായ പോലും അർജുനെയും കൊണ്ടേ അവിടുന്ന് പോകൂ. കാരണം അർജുൻ ആ പുഴയിൽ തന്നെ ഉണ്ട് എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. ഒരു ഇന്റർവ്യൂവിൽ അർജുന്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു, അമ്മയും മകനും തമ്മിലുള്ള ഒരു മാനസികമായ ഒരു ഇതുണ്ട്, അതെനിക്ക് ഇപ്പോഴും ഉണ്ട്. അർജുൻ ഉണ്ട്, നിലവിലുണ്ട്. കാരണം അർജുന്റെ ഫോൺ ഓണാണ്, അർജുന്റെ ഭാര്യയെ വിളിക്കുമ്പോൾ ഫോൺ ഓണാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അർജുൻ ജീവനോടുണ്ടെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. എന്നാൽ അതിനൊരു അസ്തമയം ഇന്നലത്തോടെ ആയിട്ടുണ്ട്. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ ഈ സംഭവത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരായാലും കർണാടക സർക്കാരായാലും അർജുന്റെ കുടുംബത്തിനും വേണ്ടി കാര്യമായിട്ട് രീതിയിലൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു സംസ്ഥാന സർക്കാർ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു. അത് അർജുന്റെ കേസ് ഒത്തുതീർപ്പാക്കുന്ന രീതിയിൽ ഒരു വാർത്തയായിട്ടാണ് പലവരും കണ്ടിരുന്നത്. അതൊരു ഒത്തുതീർപ്പാക്കൽ തന്നെ. കാരണം അവർക്ക് നഷ്ടമെന്ന് പറയുന്നത് ഒരു വലിയ നഷ്ടമാണ്, അതൊരു ജോലിയിൽ ഒതുങ്ങുന്നതല്ല. അർജുന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്താലും അർജുന്റെ ഭാര്യയ്ക്ക് വേണ്ടത് അർജുനെയാണ്. അവരുടെ കുടുംബം ഇപ്പം വളരെയധികം വിഷമത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരിതിന് മുമ്പ് തന്നെ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആയിരുന്നു. പക്ഷെ എന്നാലും തങ്ങൾക്ക് താങ്ങും തണലായി നിന്ന ഒരാളാണ്. കാരണം പെങ്ങളെ കെട്ടിച്ചു വിട്ടു, അച്ഛൻ നേരത്തെ മരിച്ചത് പോയത് കൊണ്ട് ജോലിപ്പണിക്ക് നല്ലോണം പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അച്ഛൻ്റെ മരണശേഷം കൂലിപ്പണിക്ക് ഇറങ്ങി ഈ കുടുംബത്തെ പോറ്റി, സഹോദരിയെ കെട്ടിച്ചു വിട്ടു. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താണ് അർജുൻ കുടുംബത്തെ പോറ്റിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് അർജുൻ്റെ ഒരു വിയോഗം അവർക്ക് വളരെയധികം തീരെ നഷ്ടം തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെ അല്ലെ കർണാടക സർക്കാരിന്റെയൊക്കെ വേണ്ടത്ര ഇടപെടലുകൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അർജുനെ നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നേനെ. പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. ഇടയ്ക്ക് തെരച്ചിൽ നിർത്തിവെച്ചു, പിന്നെ തെരച്ചിൽ വീണ്ടും തുടർന്നു. കോടതിയിൽ പോയി, തെരച്ചിൽ തുടരാനുള്ള ഇതിനു വേണ്ടി കോടതിയിൽ പോയി. കോടതി അവർക്ക് അനുകൂലമായിട്ട് വിധി വന്നു. പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ കൊണ്ടുവന്നു, എന്നിട്ടും അർജുനെ കിട്ടിയില്ല. ഇന്നലെ തന്നെ അർജുന്റെ ലോറി കണ്ടെത്തി, കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല, വടം പൊട്ടി എത്തിക്കാൻ സാധിച്ചില്ല. പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ നേരത്തെ തന്നെ പ്രയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അർജുൻ ഇത്രയും നാൾ 71ാമത്തെ ദിവസമാണ്, അതായത് ജൂലൈ 16 മണ്ണിടിച്ചിലിൽ 8:45 മണ്ണിടിച്ചിൽപ്പെട്ട അർജുന് 71ാം ദിവസമായി ഇന്നലെയാണ് അർജുനെ ലഭിച്ചത്. അപ്പൊ അതൊക്കെയെന്ന് പറയുന്നത് വലിയ ചോദ്യചിഹ്നമായിട്ട് തന്നെ സർക്കാരിന്റെ നേരെ ഉന്നയിക്കുന്ന ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ രാഷ്ട്രീയ വശങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ അർജുന്റെ മൃതദേഹമൊക്കെ ലഭിച്ചിരിക്കുകയാണ്. ഷിരൂരിൽ അർജുൻ എവിടെയെന്ന ചോദ്യത്തിനുള്ള ഉത്തരവായിരിക്കുകയാണ്. ഇതിന്റെ പൊളിറ്റിക്കൽ വശം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ കർണാടക സർക്കാരിനും എത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പൂർണ്ണമായും നമുക്കൊന്ന് ഇടകേറി പരിശോധിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സംസ്ഥാന സർക്കാരിന് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പരിമിതികളുണ്ട് ഈ വിഷയത്തിൽ. പക്ഷെ ആ പരിമിതികളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ അർജുന്റെ സഹോദരിയുടെ പ്രതികരണത്തിൽ നിന്നും ഒപ്പം ജിതിന്റെ പ്രതികരണത്തിൽ നിന്നും മനാഫിന്റെ പ്രതികരണത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ആ കുടുംബത്തിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ അർജുന്റെ സഹോദരി കണ്ടപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ. അതിൽ ആദ്യത്തെ പോയിന്റ്, അതായത് സംസ്ഥാന സർക്കാർ പറ്റാവുന്ന രീതിയിലൊക്കെ തന്നെ സഹായിച്ചിട്ടുണ്ട്. ഒപ്പം മുഹമ്മദ് റിയാസും ശശീന്ദ്രനും അങ്ങനെ നിരവധി സർക്കാരിന്റെ പ്രതിനിധികൾ ഈ സംഭവം ഉണ്ടായത് മുതൽ തന്നെ കുടുംബത്തിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു രീതിയിലുള്ള വീഴ്ചയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, നിരന്തരമായിട്ടുള്ള ഒരു സമ്മർദ്ദം കർണാടക സർക്കാരിന് മേൽ സംസ്ഥാന സർക്കാരിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കൂടി സഹോദരിയും പറയുന്നുണ്ട്,
ജിതിനും പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സംസ്ഥാന സർക്കാർ ഇതിലൊരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. തുടക്ക സമയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ നിന്ന് മന്ത്രിമാർ നേരിട്ട് ചെന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. എപ്പോഴാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത്? അതായത് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചകൾ സംഭവിക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് നമ്മുടെ സർക്കാരിന്റെ പ്രതിനിധികൾ ചെല്ലുന്നത്. നമുക്കറിയാം, ഈ സംഭവം ഉണ്ടായി ഉടനെ തന്നെ, അതായത് ആദ്യം ഇത് ഉണ്ടാകുന്നു, അങ്കോല പോലീസ് സ്റ്റേഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതി പോകുന്നു. പക്ഷെ പരാതിയുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടൽ സംഭവിക്കുന്നില്ല. അതിനുശേഷമാണ് ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽ അർജുന്റെ കുടുംബം കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നമുക്കറിയാം, ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ അദ്ദേഹം എന്താണ് ചെയ്തത്? ഇവിടുന്ന് ഒരു സംഘത്തെ അങ്ങോട്ട് അയക്കുകയാണ്. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടുത്തെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ അദ്ദേഹം ഫോണിൽ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഉടനെ തന്നെ ഊർജ്ജസ്വലമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. പക്ഷെ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുടക്ക സമയങ്ങളിലൊക്കെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനങ്ങളാണ് ഉണ്ടായത്. കാരണം ആദ്യ ദിനം കഴിയുന്നു, രണ്ടാം ദിനം കഴിയുന്നു, മൂന്നാം ദിനം കഴിയുന്നു, അപ്പോഴൊന്നും ഒരു പ്രതിനിധിയും, അതായത് സർക്കാരിനെ സംബന്ധിക്കുന്ന ഒരു പ്രതിനിധിയും അങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറെ നമ്മളെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യം. അതാണ് മാത്രവുമല്ല, ഈ വിഷയങ്ങൾ, അതായത് അങ്ങോട്ടേക്ക് ഇവർ വരുന്നില്ല എന്ന കാര്യങ്ങൾ വാർത്തകളിൽ വലിയ രീതിയിൽ ചൂടുപിടിച്ച ബ്രേക്കിംഗ് ന്യൂസുകളായി മാറാൻ തുടങ്ങിയപ്പോഴാണ് ഈ പറയുന്ന സിദ്ധരാമയ്യ പോലും അങ്ങോട്ടേക്ക് വരാൻ ഒന്ന് സമയം കണ്ടെത്തിയത്. അതിനുശേഷമാണ് നമ്മൾ ഈ കാണുന്നത് പോലെ കാർവാർ എം എൽ എ സതീഷൊക്കെ അവിടെ വരുന്നതും. സതീശയിലൊക്കെ വന്ന ശേഷം അവിടെ നിൽക്കാൻ ഇടയായ സാഹചര്യം എന്താണ്? അദ്ദേഹം തന്നെ പറയുന്നത്, നിങ്ങളുടെ സർക്കാർ വലിയ രീതിയിലുള്ള പ്രതിരോധം തീർക്കുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വാർത്തകൾ വരുന്നു, നിരന്തരം മുഖ്യമന്ത്രി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരന്തരം മുഖ്യമന്ത്രി വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? മനാഫിന്റെ അടുത്ത് ഒരു ഘട്ടത്തിൽ അവിടുത്തെ അവിടുത്തെ ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ല. അതായത് ആ വാഹനത്തിനകത്ത് കിടക്കുന്ന ആൾക്കാണോ അതോ ലോറി ഉടമയ്ക്കാണോ ഏറ്റവും കൂടുതൽ പവർ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അത് മനാഫ് തന്നെ പറഞ്ഞ കാഴ്ച നമ്മൾ കണ്ടതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് അകത്ത് കിടക്കുന്ന ഒരു മലയാളിയാണെന്നുള്ളതാണ്. അപ്പോൾ സർക്കാർ എല്ലാ രീതിയിലുമുള്ള ഒരു രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, സർക്കാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ കർണാടക സർക്കാരിന് ഓടിയെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അങ്ങനെ പറയാനുള്ള കാരണം വേറൊന്നുമില്ല ആർഷ. അതായത് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിലാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഇപ്പോൾ ആർഷ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നമ്മുടെ ഇവിടെ നടത്തും. വയനാട്ടിലൊക്കെ നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയം പോലും മാറ്റിവെച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തകരൊക്കെ എത്തി ആ രീതിയിലുള്ള പല രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തും. പക്ഷേ ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? സന്നദ്ധ പ്രവർത്തകർ നേരെ വരുന്നു, പക്ഷേ അവരോട് വളരെ മോശമായി പെരുമാറിക്കൊണ്ട് അവരെ ആ രക്ഷാപ്രവർത്തനം നടത്താൻ പോലും അനുവദിക്കാതെ ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു വിടുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ വളരെ എന്താ പറയുക, നമുക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. മാത്രമല്ല, ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. ഒരു ഘട്ടത്തിൽ സിദ്ധരാമയ്യ വരുമ്പോൾ എന്താണ് സിദ്ധരാമയ്യ പറയുന്നത്? മാധ്യമങ്ങളോട് പോലും കയർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം സിദ്ധരാമയ്യ പറയുന്നത്, ഈ അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടത്തിയിട്ട് നമുക്ക് ഉടനെ കണ്ടെത്താം എന്ന് പറയുമ്പോഴും ഇത് എത്ര ദിവസം നീണ്ടുപോകുമെന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല. മുടന്തൻ ന്യായങ്ങൾ തുടക്കം മുതൽ തന്നെ കർണാടക സർക്കാർ നിരത്തുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, ഇപ്പോൾ ആർഷ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമുക്കതിനെ ഏത് രീതിയിൽ ചെറുക്കണം എന്നതിനെ കുറിച്ച് സർക്കാരിനെ സംബന്ധിച്ചവരെ പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ആദ്യ ദിവസം അവർ ചില കാര്യങ്ങൾ കൊണ്ടുവന്ന് ശ്രമങ്ങൾ നടത്തുന്നു. രണ്ടാം ദിവസം വെറും 2-3 JCB മാത്രം. മൂന്നാം ദിവസം അവരെന്താ കാണിക്കുന്നത്? കുറച്ച് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നു. അവർ 5 മണിക്ക് വന്നിട്ട് രാവിലെ 10 മണിക്ക് വന്നിട്ട് വൈകുന്നേരം 5 മണിക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി, ഒരു ഓഫീസ് ടൈം പോലെ. അതിനുശേഷം എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതായത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ കാണാതിരിക്കാൻ മാധ്യമങ്ങൾക്ക് വിലക്ക്, മനാഫിനോട് തട്ടിക്കയറുന്ന കാഴ്ച. അങ്ങനെ തുടങ്ങി പിന്നീട് അങ്ങോട്ടേക്ക് നേവി സംഘം എത്തുന്നുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ എത്തുന്നുണ്ടെങ്കിലും എല്ലാവരും എന്താ പറയുക, ആ ലക്ഷ്യത്തിൽ എത്തിപ്പെടാൻ കഴിയാതെ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നീട് പെട്ടെന്ന് കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം വരുന്നു, ഇനിയിപ്പോൾ തിരച്ചിൽ നടത്താൻ പറ്റിയ ഒരു സാഹചര്യമല്ല എന്നാണ് പറയുന്നത്. പക്ഷെ നോക്കണം, നമ്മളിവിടെ വയനാട് ഒരു വലിയ ഉരുൾപൊട്ടൽ സംഭവിച്ചപ്പോൾ നമുക്കറിയാം, രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു മഹാദുരന്തമാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ എന്താണ് ഇവിടെ ഉണ്ടായത്? അതായത് നമ്മൾ രാത്രി വൈകിയും ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തി നമ്മൾ കണ്ടതാണ്. എന്നാൽ കർണാടകയിൽ എന്താണ് കാണുന്നത്? കർണാടകയിൽ സർക്കാർ പറയുന്നത് ഇവിടെ വെട്ടമില്ല, വെളിച്ചമില്ല, ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയ സാഹചര്യമല്ല എന്നാണ്. അവിടെയാണ് കേരളം ഒരു മോഡലായി മാറുന്നത്. കേരളത്തെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമൊക്കെ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അർജുനെയൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു, ആ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നെങ്കിൽ. മാത്രവുമല്ല, അർജുനെ തിരയാൻ പോലും സർക്കാർ, അതായത് കർണാടക സർക്കാർ ഒരു ശ്രമത്തിലേക്ക് തിരിഞ്ഞത് പോലും
സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ വളരെ ഇമ്പോർട്ടൻസ് കാണുന്നു, വളരെ ആ വിഷയത്തിൽ വളരെ പ്രാധാന്യത്തോടെ കാണുന്നു, അർജുന് വേണ്ടി സർക്കാർ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. ആ സമയത്തൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. ഈ അർജുനെ പറ്റിയുള്ള സംസാരങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് ഈ അർജുനൊപ്പം തന്നെ കാണാതായ നിരവധി ആളുകളുണ്ട്. അവരെ പറ്റിയുള്ള സംസാരങ്ങളൊന്നുമില്ല. ഈ സർക്കാർ പ്രതിരോധം തീർക്കുമ്പോൾ മാത്രം കർണാടക സർക്കാർ സംസാരിക്കുന്നു. പിന്നെ വേറെ കാര്യം കൂടിയുണ്ട് കേട്ടോ. കാര്യം സർക്കാരെ സംബന്ധിച്ച് അറിയാം, ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കർണാടകയെ സംബന്ധിച്ച് കർണാടകയാണെങ്കിൽ കോൺഗ്രസ് സർക്കാരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും ഒക്കെ സ്വാഭാവികമായും കർണാടക സർക്കാരിന്റെ അടുത്ത് ചെന്ന്, നമുക്കറിയാം ഡി കെ ശിവകുമാറൊക്കെ ഇവരൊക്കെ കോൺഗ്രസ്സുകാർ ഉയർത്തി കാണിക്കുന്ന പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പൊ സ്വാഭാവികമായും ഡി കെയോടൊക്കെ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കുറച്ചുകൂടി ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയൊക്കെ ഇടപെടൽ നടത്താമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ വിഷയത്തിലൊക്കെ സതീശന്റെ ഒക്കെ നിലപാട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ നിലപാട് വളരെ നിരാശാജനകമായിരുന്നു. സ്വാഭാവികമായും എവിടെയെങ്കിലുമൊക്കെ നിന്നുകൊണ്ട് മാത്രം രക്ഷാപ്രവർത്തനങ്ങൾ നടത്താം എന്ന് പറയുന്ന ഒരു കാഴ്ച മാത്രമാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല രാഹുൽ ഗാന്ധി ഒന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു പോലും നമ്മൾ കണ്ടില്ല. ഒരുപക്ഷെ ഇലക്ഷന് മുമ്പായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയൊക്കെ അവിടെ നേരിട്ട് ചെല്ലുമായിരുന്നു, പ്രിയങ്ക ഗാന്ധി നേരിട്ട് ചെല്ലുമായിരുന്നു, പെട്ടെന്ന് ആ അർജുനെ കണ്ടെത്താനുള്ള ഒരു പരിശ്രമമൊക്കെ നടത്തുമായിരുന്നു. ഇത് കേരളത്തിന്റെ മാത്രം ഒരു ആവശ്യമായിട്ട് കർണാടക സർക്കാരിന് തോന്നിയതുപോലെയൊക്കെ എനിക്ക് തോന്നി. പൊളിറ്റിക്കലി പിന്നീട് വലിയ സമ്മർദ്ദങ്ങൾ വന്നപ്പോൾ, അതായത് സ്നേഹത്തിന്റെ കടയാണ് കർണാടകയിൽ തുറന്നിരിക്കുന്നതെന്നാണല്ലോ അവിടെ അധികാരത്തിൽ വന്ന ശേഷം രാഹുൽ ഗാന്ധി കർണാടകയെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും കർണാടകയിൽ തുറന്നിരിക്കുന്ന സ്നേഹത്തിന്റെ കടയല്ല എന്ന ഒരു ശരിയായ ഒരു ചിത്രം ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രഷർ കൊണ്ടാണോ എന്നറിയില്ല. പിന്നീട് ചിത്രങ്ങളൊക്കെ മാറി വളരെ ബ്രൂട്ടലായി പെരുമാറിക്കൊണ്ടിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ വളരെ മൃദുവായി പെരുമാറുന്നു. അതുപോലെ തന്നെ അവർ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനമൊക്കെ നടത്താം എന്ന തലത്തിലേക്ക് എത്തുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ വശം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തി എന്ന് പറയുമ്പോൾ കർണാടക സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. കർണാടക സർക്കാരും ചെയ്തു. കർണാടക സർക്കാരിനെ കൊണ്ട് ചെയ്യിച്ചു എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. കാരണം ഞാൻ അതിൽ കാണുന്നത് അങ്ങനെയാണ്. കർണാടക സർക്കാരിനെ സ്വാഭാവികമായിട്ടും, അതായത് ഒരു മടി പിടിച്ച് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിന്തിരിയാൻ അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടാൻ ശ്രമം നടത്തിയ കർണാടക സർക്കാരിനെ അങ്ങോട്ടേക്ക് ആ പുഴയിലേക്ക് ഇറക്കി അർജുനെ കണ്ടെത്താൻ വേണ്ടി പ്രേരിപ്പിച്ചൊരു ഘടകം അത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ജിതിൻ പോലും ഒന്ന് പറയുന്നുണ്ടല്ലോ, നമുക്ക് CMO ഓഫീസൊക്കെ ആയിട്ട് ഡയറക്റ്റ് എപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒക്കെ വലിയ പിന്തുണകൾ ലഭിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്തായാലും എല്ലാവരും ഇതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും പങ്കുവഹിച്ചിട്ടുണ്ട്. പിന്നെ ആർഷ പറഞ്ഞതുപോലെ സ്വാഭാവികമായും ഒരുപാട് സൈബർ ആക്രമണങ്ങൾ ഇവർ നേരിട്ടിട്ടുണ്ട്. എന്നെ അപ്പോഴൊക്കെ അതിശയിപ്പിച്ചത് ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങളുടെ അതിനെ നേരിട്ട ഒരു പ്രത്യേക അവരുടെ മനോഭാവം, ഒപ്പം അവരുടെ മനോവീര്യം, അതൊക്കെയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ കേരളം ഒന്നടക്കം ഒരാൾക്ക് വേണ്ടി ഇത്രയും കാത്തിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അദ്ദേഹത്തെ ജീവനോടെ കിട്ടിയില്ല. പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം 71-ാം ദിവസം ഷിരൂരിൽ നിന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ വിഷയമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ കൂടി ചെറുക്കണം, അല്ലെങ്കിൽ അതിനെങ്ങനെ പ്രതിരോധിക്കണം, എങ്ങനെ അതിജീവിക്കണം എന്നുകൂടി സർക്കാർ, എല്ലാ സർക്കാരും ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. അതിന് വലിയൊരു ഉദാഹരണവും അങ്ങനെ അതെങ്ങനെ വേണം എന്ന് പഠിക്കാനുള്ളൊരു വലിയൊരു പാഠപുസ്തകവും നമ്മുടെ കേരള സർക്കാരാണ് എന്നുകൂടി നമുക്ക് പറയാം. സമീപ കാലഘട്ടത്തിൽ ഉണ്ടായ എല്ലാ സംഭവങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്.